കോൺഗ്രസിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കും. ഗാന്ധിയുടെ കാലത്തും ഗ്രൂപ്പുണ്ട്, മഹാത്മാഗാന്ധിയുടെ കാലത്തും നെഹ്റുവിന്റെ കാലത്തും ഒക്കെ തുടങ്ങി അന്നൊക്കെ ആശയപരമായ ഗ്രൂപ്പാണെങ്കിൽ ഇന്ന് ആമാശയപരമായ ഗ്രൂപ്പാണ് ഉള്ളത് എന്ന വ്യത്യാസമുള്ളൂ. ഗവൺമെന്റിനെതിരെ വാദിക്കാത്ത വക്കീലന്മാരെ ഒന്നും ലീഡറായിട്ട് വെക്കാൻ പറ്റില്ല. കാരണം എപ്പോഴെങ്കിലുമൊക്കെ ഗവൺമെന്റിനെതിരെ വാദിച്ചവരായിരിക്കും എല്ലാ നല്ല വക്കീലന്മാരൊക്കെ. കാരണം പ്രതിഭാഗം ബാധിക്കുന്നവരാണ്. കള്ളന് വേണ്ടി, കൊലപാതകയ്ക്ക് വേണ്ടി, തട്ടിപ്പുകാരനൊക്കെ വേണ്ടി വാദിച്ചിട്ടുണ്ടാവും. അതിനൊന്നും തെറ്റില്ല. അങ്ങനെ വാദിക്കാത്ത ഒരാളെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മഹാത്മാഗാന്ധി തന്നെ വേണ്ടി വരും, വേറെ ആരും വക്കില്ല. മുഖ്യമന്ത്രി എല്ലാവരും സ്വീകരിക്കുന്ന ഒരാളാണ്. ഓൾ ഇൻക്ലൂസീവ് എന്നാണ്, നെഹ്റുവിയൻ എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. BJP വന്നാലും CPM വന്നാലും കോൺഗ്രസ് വന്നാലും എല്ലാവരുടെ അഭിപ്രായവും കേൾക്കും. എൻ്റെ അഭിപ്രായം ഞാൻ ചെയ്യും, അതാണ് എൻ്റെ ശരി. ആ കാര്യത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാടെടുക്കണ്ട. ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? ഐശ്വര്യ ഒരു അഭിപ്രായം പറയട്ടെ, പാർട്ടി പരിഗണിക്കും എന്ന് പറഞ്ഞാൽ മതി. അലോഷ്യസിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം സതീശൻ എന്ന് ഞാൻ കരുതുന്നു. അത്രയും ധാർഷ്ട്യം വേണ്ട. ആദ്യം പറഞ്ഞു, ഞാൻ KSUക്കാരോട് ഞാൻ നേരിട്ട് സംസാരിച്ചോളാം, അങ്ങനെ ഒരു രീതിയുണ്ട്. KSU പ്രസിഡന്റിനെ ഞാൻ കണ്ടോളാം, അദ്ദേഹം പറഞ്ഞ അഭിപ്രായം പറഞ്ഞു ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞാൽ മതി. അല്ലാണ്ട് KSU പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ KSU പ്രസിഡന്റിന് അങ്ങനെ നമ്മൾ ചോദിക്കാൻ, അത് സതീശനെ പോലെ KSUവിൽ കൂടി വളർന്നു വന്ന ഒരു നേതാവ് അങ്ങനെ ചോദിക്കാമോ? ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും KSUവും തമ്മിലുള്ള പോരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ കോൺഗ്രസിൽ മറ്റൊരു ഗ്രൂപ്പ് തെളിഞ്ഞു എന്ന് വേണ്ടേ പറയാൻ. കാര്യം VD സതീശന്റെ പക്ഷം പറയുന്ന ഒരു വിഭാഗം KSUക്കാർ പ്രസിഡന്റ് അലോഷി സേവ്യറിനെ തള്ളിക്കൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അപ്പോൾ KSUവിനെ അല്ലെങ്കിൽ KSU തങ്ങളുടെ നിലപാടാണ് പറഞ്ഞതെന്ന് ആദ്യം മുതലേ പറയുന്നുണ്ട്. അവരവരുടെ അഭിപ്രായം പറയുകയും ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിന് എന്താണ് റോൾ എന്ന് ചോദിച്ചതാണ് ഇത്രയും വലിയൊരു വിവാദത്തിലേക്ക് എത്തിയത്. അലോഷി സേവ്യറിനെ ഒരു പൊതുപരിപാടിയിൽ കണ്ടപ്പോൾ ചിരിക്കാതെ പോയതും സംസാരിക്കാതെ പോയതും ഒക്കെ ചർച്ചയായി. അപ്പോൾ KSUവിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് പോരിലേക്ക്, KSUവിൽ പോലും ഒരു പോരിലേക്ക് പോകുന്നു. അവിടെയും മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു വിഭാഗം KSU പ്രവർത്തകർ വരുന്നു. അത് പുതിയൊരു ഗ്രൂപ്പായി എന്നാണ്, അല്ലെങ്കിൽ അതൊരു പുതിയ VD സതീശന്റെ ഗ്രൂപ്പാണോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് വീണ്ടും മുഖ്യമന്ത്രി വിജയിച്ചില്ലേ? അലോഷി സേവ്യർ ആദ്യം പറഞ്ഞ നിലപാടിലൊക്കെ മയപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? അല്ല, ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ആദ്യം പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ച രീതി ശരിയായില്ല. KSUവിന് എന്താ കാര്യം എന്ന് ചോദിച്ച രീതി ശരിയായില്ല എന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ KSUക്കാർ പ്രവർത്തിച്ച രീതിയും ശരിയായില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് അലോഷി സേവ്യർ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ തന്നെ പറഞ്ഞു ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. കോൺഗ്രസിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കും. ഗാന്ധിയുടെ കാലത്തും ഗ്രൂപ്പുണ്ട്, മഹാത്മാഗാന്ധിയുടെ കാലത്തും നെഹ്റുവിന്റെ കാലത്തും ഒക്കെ തുടങ്ങി അന്നൊക്കെ ആശയപരമായ ഗ്രൂപ്പാണെങ്കിൽ ഇന്ന് ആമാശയപരമായ ഗ്രൂപ്പാണ് ഉള്ളത് എന്ന വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ആന്റണി കരുണാകരനും വളരെ പ്രസിദ്ധരായ AI ഗ്രൂപ്പ് നേതാക്കളായിരുന്നു. അതിനുശേഷം പിന്നെയും തിരുത്തൽവാദികൾ വന്നു. അത് കഴിഞ്ഞ് 4ാം ഗ്രൂപ്പ് വന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയില്ല, ആന്റണിയും സജീവമല്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഗ്രൂപ്പുകളുടെ സമവാക്യത്തിൽ വീണ്ടും ചിലർ A ഗ്രൂപ്പ് എന്ന് പറയും, ചിലർ I ഗ്രൂപ്പ് എന്ന് പറയും എന്നൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും പഴയ ഗ്രൂപ്പിന്റെ ഒരു സംഗതിയല്ല. ഒന്ന്, ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നത് അധികാരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എവിടെയാണോ അധികാരം അവിടേക്ക് കുറെ ആളുകൾ പോകും. അതിന്റെ എതിർവശത്തേക്ക് നെഗറ്റീവ് പോളിലേക്ക് വേറെ കുറെ ആളുകൾ പോകും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും അതിൻ്റെ ഒരു രീതിയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ചരിത്രപരമായ ഒരു രീതിയാണ്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ സതീശന്റെ നിലപാടിനെ പിന്താങ്ങുന്ന ആളാണ്. സതീശൻ പറഞ്ഞ ഒരു കാര്യം, ഓരോരുത്തർ പറയുന്നതനുസരിച്ചല്ല പ്ലീഡർ നിയമിക്കുക. അവരൊരു സമിതിയെ വെച്ചു. ആ സമിതിക്ക് മുമ്പിൽ പലരും അഭിപ്രായം കൊടുത്തു. ഇന്ത്യൻ ലോയൽ കോൺഗ്രസ് കൊടുത്തു, MP മാർ കൊടുത്തു, MLA മാർ കൊടുത്തു, എല്ലാവരും അഭിപ്രായം പറയും. ഇപ്പൊ ഈ പ്രസ്തുത പ്ലീഡർ നിയമനത്തിൽ തന്നെ അതിന്റെ അവകാശി പുറത്തു വന്നു. K ബാബു പറഞ്ഞോടുകൂടി അവകാശി പുറത്തു വന്നു, ഇതല്ലേ? നമ്മുടെ ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് അവരെ വെച്ചത് എന്ന് പറഞ്ഞാൽ സതീശൻ നേരിട്ട് ചെയ്തു എന്നതിന് അർത്ഥമില്ല. മാത്രമല്ല, പ്ലീഡർ നിയമനത്തിൽ ഒരു തെറ്റ് പറ്റിയത് ആദ്യത്തെ പ്രദീപിന്റെ നിയമനത്തിൽ. അതിൽ പ്രശ്നമുണ്ട്. അത് നമ്മളന്ന് പറഞ്ഞതാണ്. കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കേസിൽ സർക്കാരിനെതിരെ, ഇപ്പോൾ ശബരിമല കേസിൽ സർക്കാരിനെതിരെ വാദിക്കുന്ന ഒരു വക്കീലിനെ ഇങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൽ തെറ്റ് തന്നെയായിരുന്നു, അത് തിരുത്തുകയും ചെയ്തു. ആയിക്കോട്ടെ, പിന്നെ ഗവൺമെന്റിനെതിരെ വാദിക്കാത്ത വക്കീലന്മാരെ ഒന്നും പ്ലീഡറായിട്ട് വെക്കാൻ പറ്റില്ല. കാരണം എപ്പോഴെങ്കിലുമൊക്കെ ഗവൺമെന്റിനെതിരെ വാദിച്ചവരായിരിക്കും നല്ല വക്കീലന്മാരൊക്കെ. കാരണം പ്രതിഭാഗം ബാധിക്കുന്നവരാണ്. കള്ളന് വേണ്ടി, കൊലപാതകയ്ക്ക് വേണ്ടി, തട്ടിപ്പുകാരനൊക്കെ വേണ്ടി വാദിച്ചിട്ടുണ്ടാവും. അതിനൊന്നും തെറ്റില്ല. അങ്ങനെ വാദിക്കാത്ത ഒരാളെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മഹാത്മാഗാന്ധി തന്നെ വേണ്ടി വരും, വേറെ ആരും വക്കീലുണ്ടാവില്ല. കാരണം വക്കീലന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ നാളെ ഭരണപക്ഷത്തേക്ക് പോകുമ്പോൾ അവരും ഇതുപോലെ തന്നെ ചെയ്യും. ഇന്ന് പ്രതികൾക്ക് വേണ്ടി വാദിക്കും, നാളെ വാദിക്കും. രണ്ടാമത്തെ കാര്യം, ഏറ്റവും നല്ല ആളുകളെ വെക്കണം എന്ന് സതീശൻ പറഞ്ഞു. നല്ല ആളെയാണോ വെച്ചിട്ടുള്ളത് നമുക്ക് കണ്ടറിയാം. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്
എന്തായാലും 2 സംഭവങ്ങൾ ഇതിൽ ഓർക്കണം. ഒന്ന്, ഈ ഇവിടെ ഇത്രയും പ്ലീഡർമാരൊക്കെ ഉണ്ട്, എന്നിട്ടും നിർണായകമായ എല്ലാ കേസുകളിലും, ക്രിമിനൽ കേസുകളിൽ പോലും സുപ്രീം കോടതിയിൽ നിന്ന് വക്കീൽ വന്നു. അത് ലാവ്ലിൻ കേസായാലും ടി പി ചന്ദ്രശേഖരൻ കേസായാലും അരിയൽ ഷുക്കൂർ കേസായാലും ഷൊയേബ് കേസായാലും ഒക്കെ തന്നെ സ്റ്റേറ്റിന് വേണ്ടി വാദിക്കാൻ വന്നത് സുപ്രീം കോടതി വക്കീലന്മാരാണ്. അവർക്ക് വലിയ പൈസ കൊടുക്കും, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കും. അതിന് ഇവിടെ പ്ലീഡറിനായിട്ട് എന്തിനാ ഇവിടെ AG ഉണ്ട്, DGP ഉണ്ട്, ADGP ഉണ്ട്, അഡീഷണൽ AG ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ വെച്ചിട്ടും വേറെ കേസ് ബാധിക്കാൻ പുറത്തുനിന്ന് ആളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് സതീശൻ കൊണ്ടുവന്നാലും നമ്മൾ അംഗീകരിക്കില്ല. അത് തെറ്റാണ്. അപ്പോൾ അത് നമുക്ക് രണ്ടാമതൊരു സംഭവം, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അഡീഷണൽ AG ആയിരുന്നു ഒരാൾ. അപ്പൊ അദ്ദേഹം അഡീഷണൽ AG ആയിരുന്ന കാലത്ത് ആ വക്കീൽ അങ്ങനെ നിയമിച്ച ആൾ അത് റവന്യൂ കൂടിയാണ്, CPIയുടെ ആളാണ്, റവന്യൂ വകുപ്പിന് വേണ്ടിയാണ് അദ്ദേഹം ഹാജരാകുക. അദ്ദേഹം ഹാരിസന്റെ ഔദ്യോഗികമായ വക്കീലായിരുന്നു. ഹാരിസനും കേരളമായിട്ട് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കും. കേരള ഗവൺമെന്റുമായിട്ട് നിരവധി കേസുകൾ, നമ്മുടെ വിമാനത്താവളത്തിനടുത്ത സ്ഥലം സംബന്ധിച്ച കേസൊക്കെ, ഹാരിസന്റെ എസ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട കേസുണ്ട്. പക്ഷെ അദ്ദേഹം നേരെ വന്ന് ഇപ്പുറത്തിരുന്നു. അത് നമുക്ക് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഞാൻ പറയുന്നില്ല ചെയ്യേണ്ടി വരുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. മൂന്നാമത്തെ വിഷയം, പ്ലീഡർ നിയമനത്തിൽ ഒരു രീതികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കും. സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല. ഇപ്പൊ ഈ ഓരോ നിയമനത്തിലും കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞ ചില നിയമനങ്ങൾ, കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള നിയമനങ്ങളുണ്ട്. ഇയാൾ പഴയ ABVP കാരനായിരുന്നു, പഴയ SFI കാരനായിരുന്നു എന്ന വാദത്തിനൊന്നും ഒരർത്ഥമില്ല. കാരണം പഴയ ഒരു CPM കാരനാണ് ഇപ്പോൾ തൃക്കരിപ്പൂർ MLA, അല്ല പഴയ BJP കാരനാണ് തൃക്കരിപ്പൂർ MLA. CPM കാര് വളരെ ഉയർന്ന CPM നേതാക്കളാണ് പയ്യന്നൂരും തളിപ്പറമ്പും അമ്പലപ്പുഴ MLA. അപ്പോ CPM കാരായിരുന്നു എന്നുള്ളതുകൊണ്ട് നാളെ അവർക്ക് കോൺഗ്രസ് ആയിക്കൂടാന്നില്ല. ഒരാൾക്ക് സ്വന്തം രാഷ്ട്രീയം മാത്രമല്ല. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പറഞ്ഞൊരു കാര്യം, 2019 മുതൽ ലോയേഴ്സ് കോൺഗ്രസിൽ അംഗമാണ്. 19 മുമ്പ് അയാൾ ABVP ആയിരുന്നുണ്ടാവും, ചിലപ്പോൾ CPM ആയിരുന്നുണ്ടാവും. അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല. ഇത് പേഴ്സണൽ അപ്പോഴും കഴിവുള്ള ഒരാളാണ് വെച്ചെങ്കിൽ നമുക്ക് അതിനെ തള്ളിക്കളയാനും പറ്റില്ല. അതിനൊരു മാനദണ്ഡോ രീതിയോ ഉണ്ടോ. ഇന്നത്തെ രാഷ്ട്രീയ നിയമനങ്ങളാണ് നമ്മൾ. അതിനല്ലാന്ന് പറഞ്ഞിട്ട് ഏത് പാർട്ടി ഭരിക്കുമ്പോഴും അവരുടെ ആളുകളെ തന്നെയാണ് നിയമിക്കുക. അതിലും തെറ്റില്ല. ഇവിടെ പ്രശ്നം എന്താ, KSUവിന്റെ പ്രസിഡന്റ് അലോഷ്യസ് ഒരു ആരോപണം ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആരോപണം അവിടെ ഉന്നയിക്കാൻ പാടില്ല സാർ. കാരണം KSU അങ്ങനെ പരസ്യമായിട്ട് എങ്ങനെയാ ഗവൺമെന്റ് നിലപാടിനെ ഇത് പറയാം. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കാം. കഴിഞ്ഞ CPM സർക്കാരിന്റെ നിലപാടിനെതിരെ ഒരു SFI കാരൻ പറഞ്ഞാൽ അവന്റെ സ്ഥിതി എന്താവും? നമ്മൾ അതും കാണുമല്ലോ. അല്ല, അവിടെ മറ്റൊരു കാര്യമുണ്ടല്ലോ, കോൺഗ്രസ് എന്ന് പറയുന്നത് ജനാധിപത്യ. ഞാൻ പറഞ്ഞേ പറയില്ല, അവര് പറയില്ല എന്നുള്ളത് അത് നല്ലതുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സുധീരൻ പറഞ്ഞതുപോലെ KSUക്കാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പച്ചതോമേനോ ഗവൺമെന്റുള്ള കാലത്തും ഉമ്മൻചാണ്ടി ഗവൺമെന്റുള്ള കാലത്തും കരുണാകരൻ ഗവൺമെന്റുള്ള കാലത്തും KSUക്കാർ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സുധീരൻ എത്ര വ്യത്യാസം ഇപ്പൊ തന്നെ പറയുന്നില്ല, എത്ര വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. KSU ഒന്നുമല്ല എന്നിട്ട് പോലും. അപ്പോ അങ്ങനെ അഭിപ്രായം പറയുന്നതിന് തെറ്റില്ല. പക്ഷെ ഒരു ഗവൺമെന്റ് തീരുമാനത്തെ അതിനു മുമ്പ് പോയി അവരെ അത് അലോഷ്യസ് സേവ്യറിന് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയിൽ പിടിപാടില്ലാത്ത ആളല്ലല്ലോ. അദ്ദേഹത്തിന് കോൺഗ്രസ് നേതാക്കന്മാരെ കാണാം, സംസ്ഥാന KPC പ്രസിഡന്റിനെ കാണാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കാണാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഇതെന്തുകൊണ്ട് സംഭവിച്ചു, ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന് പറയാതെ പരസ്യമായി പറഞ്ഞു എന്നുള്ളത് അതൊരു തെറ്റാണ്. പക്ഷെ ഞാൻ അതിലും പ്രശ്നം, അതിനേക്കാൾ തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി എല്ലാവരും സ്വീകരിക്കുന്ന ഒരാളാണ്, ഓൾ ഇൻക്ലൂസീവ് എന്നാണ്, നെഹ്റുവിയൻ എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. BJP വന്നാലും CPM വന്നാലും കോൺഗ്രസ് വന്നാലും എല്ലാവരുടെ അഭിപ്രായവും കേൾക്കും, എൻ്റെ അഭിപ്രായം ഞാൻ ചെയ്യും, അതാണ് എൻ്റെ ശരി. ആ കാര്യത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാടെടുക്കണ്ട. ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? KSU ഒരു അഭിപ്രായം പറയട്ടെ, പാർട്ടി പരിഗണിക്കും എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവർ ചെല്ലുമ്പോൾ KSU നേതാവിനെ കണ്ടിട്ട് കാണാത്ത പോയി എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഒരു ധാർഷ്ട്യത്തിൻ്റെയാണ്. അത് വേണ്ട, അത് ഒഴിവാക്കാം. പക്ഷെ തീരുമാനത്തിൽ അവർ കുറച്ച് നിൽക്കാം. കാരണം ഇപ്പോഴും സതീശൻ വ്യക്തിപരമായി ഏതെങ്കിലും നിയമനം നടത്തി എന്നുള്ളത് ഇപ്പോഴും വന്നിട്ടില്ല. ഇനി നമ്മൾ ചോദ്യത്തിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് വന്നാൽ, ഇവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ ഗവൺമെന്റ് രൂപപ്പെടുന്ന ഇലക്ഷന് മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിൽ 5 ദിവസം എന്തൊരടിയായിരുന്നു കേരളത്തിൽ. എല്ലാ ചാനലും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. മുഖ്യമന്ത്രി ആവുന്നതിന് അതിന്റെ ഇരട്ടി അടിയായി. എന്തെല്ലാം ചർച്ചകൾ, KC വന്നു, ചെന്നിത്തല ആവും, സതീശൻ വന്നേക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നടക്കും, നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതങ്ങനെ വേണോ വേണ്ട, അങ്ങനെയാണോ വേണ്ടത്, കോൺഗ്രസ് അങ്ങനെയല്ലേ, മറ്റേ വേറെ പാർട്ടികൾ അങ്ങനെയാണോ, CPM അങ്ങനെയാണോ, BJP അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസ് അങ്ങനെയാണ്,
ആ അർത്ഥത്തിലാണ്. അറിഞ്ഞിട്ട് തന്നെയാണ് ആളുകൾ അവർക്ക് വോട്ട് ചെയ്തത്. കോൺഗ്രസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തത് അല്ലേ? അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അന്ന് തീരേണ്ടതാ കോൺഗ്രസ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ കോൺഗ്രസിൽ ഇതൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളിപ്പോ കാണുന്നത് ഗ്രൂപ്പ് ഫോർമേഷൻസ് നടക്കാൻ സാധ്യതയുണ്ട്. ഞാനതിൽ ശ്രദ്ധിച്ച ഒരു അഭിപ്രായം AP അനിൽകുമാറിന്റെയാണ്. AP അനിൽകുമാർ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന KCയുടെ വലങ്കയ്യാണ്. അങ്ങനെയാണ് അദ്ദേഹം ക്യാബിനറ്റിൽ. പക്ഷെ അദ്ദേഹം പോലും പറഞ്ഞു അലോഷ്യസ് ചെയ്ത് ശരിയായില്ല. KSUവിൽ തന്നെ വേറൊരു വിഭാഗം അലോഷ്യസിനെതിരായി വരും. അപ്പൊ ഇത് അലോഷ്യസിന്റെയോ സതീശന്റെയോ വിഷയമല്ല. ഇവിടെ കോൺഗ്രസിന് പറ്റിയൊരു തെറ്റ് പലവട്ടം ആവർത്തിക്കുന്നു. ഇപ്പോ കോൺഗ്രസിന് സംഘടനാ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല. KPCക്ക് പ്രസിഡന്റ് ഇല്ല, ശരിയായിട്ട് ഫുൾ ടൈം പ്രസിഡന്റ് ഇല്ല. ഒരു ലൈസൺ കമ്മിറ്റി ഇല്ല. ഇപ്പോ അടൂർ പ്രകാശാണ് LDF കൺവീനർ, അതിനുപോലും ഇല്ല. അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സംഘടനാപരമായ ഒരു അച്ചടക്കത്തിന്റെ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ട ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല. എല്ലാവരും ജനറൽ സെക്രട്ടറിമാരാണ്. ആ ജനറൽ സെക്രട്ടറി അവിടെ നിന്ന് ഇത് പറയും, ഈ ജനറൽ സെക്രട്ടറി ഇവിടെ നിന്ന് ഇത് പറയും. 10-15 ജനറൽ സെക്രട്ടറി ഉണ്ട്. പിന്നെ അങ്ങനെ രണ്ടുപേരും അഭിപ്രായങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതാ ഞാൻ പറഞ്ഞു. നേരെ മറിച്ച് ഈ ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനം ഇപ്പൊ ലീഗ് അവരുടെ മന്ത്രിമാരെ വിളിച്ചു പറഞ്ഞു നയപരമായ തീരുമാനം എടുക്കുകയാണെങ്കിൽ പാർട്ടിയായിട്ട് ആലോചിക്കാണ്ട് ചെയ്യരുത്. കറക്റ്റാ. യഥാർത്ഥത്തിൽ പാർട്ടിയായിട്ട് മാത്രം പോലെ LDF ആയിട്ട് ആലോചിക്കണം. UDF ആയിട്ട് ആലോചിക്കണം. കാരണം UDFന്റെ സംവിധാനത്തിൽ വരണം. UDFന്റെ ഏകോപന സമിതിയാണ് പറയേണ്ടത്. പക്ഷെ ഇത് നിർഭാഗ്യവശാൽ UDFന്റെ ഏകോപന സമിതി ഇതുവരെ ഇല്ല. അപ്പൊ അതുകൊണ്ട് UDFന്റെ ഏകോപന സമിതി ഉണ്ടാവണം, KPCCക്ക് നേതൃത്വം ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ തർക്കങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഇനി ഇതൊക്കെ ഉണ്ടായാലും ഗ്രൂപ്പ് വഴക്ക് കോൺഗ്രസിന് ഒഴിവാക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരു കാലത്തും എത്താത്തവരാണ്. അതുകൊണ്ട് ഞാൻ കാണുന്നത് ഇതൊരു പിന്നെ ബാലാരിഷ്ടത എന്ന് പറയാവുന്ന കുറെ കാര്യങ്ങളുമുണ്ട്. 10 വർഷം ഭരണത്തിൽ നിന്ന് വിട്ടുനിന്നിട്ട് എല്ലാവരും സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലുള്ള എല്ലാ വക്കീലന്മാർക്കും GP ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇല്ലാന്നൊന്നും പറയണില്ല. എല്ലാവർക്കും അവനവന്റെ ആളെ GP ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ GP ആക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാൻ ഞാൻ ഇപ്പോഴും പറയുന്നു അലോഷ്യസിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം സതീശനാണ് എന്ന് ഞാൻ കരുതുന്നു. അത്രയും ധാർഷ്ട്യം വേണ്ട. ആദ്യം പറഞ്ഞു ഞാൻ KSUക്കാരോട് ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. അങ്ങനെ ഒരു രീതിയുണ്ട്. KSU പ്രസിഡന്റിനെ ഞാൻ കണ്ടോളാം, അദ്ദേഹം പറഞ്ഞ അഭിപ്രായം പറഞ്ഞു ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞാൽ മതി. അല്ലാണ്ട് KSU പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ KSU പ്രസിഡന്റിന് അങ്ങനെ നമ്മൾ ചോദിക്കാൻ, അത് സതീശനെ പോലെ KSUവിൽ കൂടി വളർന്നു വന്ന ഒരു നേതാവ് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇത് റിസോൾവിങ് ഒരു സംവിധാനം, റിഡ്രസൽ നമ്മൾ പറയില്ലേ, ഒരു തർക്കപരിഹാരത്തിന് പാർട്ടിക്ക് സംവിധാനം ഇല്ലാത്തിടത്തോളം ഇതിനെ ആവർത്തിച്ചുള്ളൂ.